സ്റ്റേറ്റ് താരം ഇർഫാൻ നൗഷാദ് ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ട് പൊന്നാട എണീറ്റ് ആദരിക്കുകയാണ്. നല്ലൊരു കൈ. നമസ്കാരം, ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ ആദരവ് നൽകി. കൊല്ലം സിറ്റി ഫുട്ബോൾ അക്കാഡമിയുടെ കോച്ചും കൊല്ലം ജില്ലാ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചുമായ മുൻ ഫുട്ബോൾ താരവും കൊല്ലം സനോഫറിനെ കൊല്ലം പീരങ്കി മൈതാനിയിൽ KCFAയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ, മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്തർ, KCFA അസിസ്റ്റന്റ് കോച്ച് സനൽ എന്നിവർ സംസാരിച്ചു. കൊല്ലത്തിൻ്റെ ഭാവി തലമുറകളായി വളർന്നു വരുന്ന 50ഓളം ഫുട്ബോൾ താരങ്ങൾ, അവരുടെ രക്ഷകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ ചെയർമാൻ സിയാദ് ലത്തീഫ് ഇന്നത്തെ തലമുറയിലുള്ള കായിക താരങ്ങൾ എങ്ങനെ വളർന്നു വരാമെന്നുള്ള നിർദ്ദേശങ്ങളും ഒരു കളിക്കാരൻ എങ്ങനെ ആവണമെന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങളും അവർക്ക് കളിയിൽ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ കളി തുടങ്ങിയതാണ് 85. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് സ്റ്റേഡിയത്തിനകത്ത് ഞങ്ങൾക്ക് കളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു, ഗ്രാസായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് തിരിച്ച് കാണാൻ സാധ്യതയില്ല അല്ലേ? 85 85 മേളിലായിരിക്കും ഡേറ്റ് ഓഫ് ബർത്തിൽ. അപ്പോൾ 85 അവിടെ ഞങ്ങൾ ഗ്രാസ് പ്രോബ്ലം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ അതിൽ ഇതൊക്കെ ഫ്രീ ആയിരുന്നു, വളരെ നല്ലൊരു ഗ്രൗണ്ടായിരുന്നു, മുട്ടൻ ഗ്രൗണ്ട്. KCFAയുടെ സ്നേഹാദരമായി ഇർഫാൻ നൗഷാദ് മുൻ ഇന്ത്യൻ താരത്തെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം. സ്വന്തമായി പ്രാക്ടീസ് ചെയ്യും. ആ സ്വന്തമായ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിൽ കടന്നുകൂടാൻ സിയാദിന് സാധിച്ചു. അത് സ്വന്തം പരിശ്രമമാണ് എന്നതുപോലെ നിങ്ങൾ അതേ കണക്ക് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടും. കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായിട്ടുള്ള ശ്രീ സിയാദ് ലത്തീഫാണ് ഇപ്പം നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പം സനോഫർ ഭായ് നിങ്ങളുടെ കോച്ച്, അദ്ദേഹമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ടെങ്കിലും അപ്പോൾ അത് കൂടുതൽ പറഞ്ഞപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സിയാദ് പറഞ്ഞല്ലോ. 2 കാര്യങ്ങൾ മാത്രം ചോദിക്കുകയാണ് അതായത് സിയാദ് പറഞ്ഞത് എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ബുദ്ധി ഉപയോഗിക്കണമെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ കാര്യം ഞങ്ങൾക്കെല്ലാം ബുദ്ധിയുള്ളവരാണോ എന്നൊരു ചിന്തിക്കും. ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിളാണ്. അതായത് നമുക്ക് ഫ്രണ്ടിലാണ് കണ്ണുള്ളത്, നമുക്ക് ബാക്കിലൊരു കണ്ണ് കൊണ്ടുവന്ന് ചിന്തിക്കുക. തിരിഞ്ഞു നിന്നെടുക്കുന്ന ബാള് ബാക്കിൽ പ്ലേയേഴ്സ് നിൽക്കുക, നിങ്ങൾക്ക് അവിടുന്ന് ഒരു പാസ് തരുക, എൻ്റെ ബാക്കിൽ പ്ലെയർ ഉണ്ടെന്ന് അറിയത്തില്ല, പ്ലെയേഴ്സ് ഉള്ളത് എനിക്ക് ആരോ ഓടി വരുന്ന അറിയത്തില്ല. ഈ ബാള് നോക്കിയല്ലേ നമ്മൾ ബോൾ എടുക്കുന്നത്. ആ ബോള് നമ്മൾ പിടിച്ചിട്ട് തിരിഞ്ഞ് പോകാൻ നോക്കുക. അവിടെ ബുദ്ധി ഉപയോഗിക്കുക, അവിടെ 1 ടച്ച് മാത്രം കളിക്കുക. ആ ഒരു സിമ്പിൾ കാര്യമാണ് ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്.